ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. മൂന്നാമത്തെ ശ്ലോകം: നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നിഗമകൽപതരോർഗളിതം ഫലം. നിഗമം എന്ന് പറഞ്ഞാൽ വേദം. കൽപ്പതരു എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷത്തിൻ്റെ. അപ്പോൾ വേദമാകും നിഗമകൽപതരോ. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്, നിഗമകൽപതരോ ഗളിതം. അപ്പോൾ രണ്ട് വാക്കുകൾ ചേരുന്നതാണിത്. നിഗമകൽപതരോ, നിഗമമാകുന്ന വേദമാകുന്ന കൽപ്പതരുവിൽ നിന്ന്, കൽപ്പകവൃക്ഷത്തിൽ നിന്ന്. അപ്പോൾ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ഗളിതം എന്ന് പറഞ്ഞാൽ ഒഴുകി വരുന്നത്. ഫലം, ആ ഫലവും ശുകമുഖാദമൃതദ്രവ സംയുതം. ശുകമുഖാത് അമൃതദ്രവ സംയുതം. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ശുകമുഖാദമൃതദ്രവ സംയുതം. ശുകമുഖാത് എന്ന് പറഞ്ഞാൽ ശ്രീ ശുക മഹർഷിയുടെ മുഖത്തിൽ നിന്നും, അമൃതദ്രവ സംയുതം, അമൃത ദ്രവത്തോടു കൂടിയതും. അതായത് എന്ന് പറഞ്ഞാൽ ഈ ഒഴുകി വരുന്ന ശ്രീശുക മഹർഷിയിൽ നിന്നും ഈ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഭാഗവത കഥ അത് അമൃത തുല്യമാണ്. പരീക്ഷിത്തു മഹാരാജാവിന് മരണഭയം ഇല്ലാതെയാക്കുവാൻ വേണ്ടി പറഞ്ഞുകൊടുത്ത ഈ ഭാഗവത കഥ ഇത് അമൃത തുല്യമാണ് എന്ന് പറയുമ്പോൾ മരണം ഇല്ലാതെ ഇരിക്കുകയല്ല, ഈ അമൃതം സേവിച്ചാൽ മൃത്യുഭയത്തെ ഇല്ലാതെയാക്കാം. അതുകൊണ്ടുള്ള ഗുണം ഭഗവാൻ എന്ന പരമമായ സത്യത്തിൽ തന്നെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ, ഇതിൽ കൊഴിഞ്ഞു വീണാലും നിലനിന്നാലും ഒക്കെ ഒരേ ഫലമാണ്. രണ്ടും ഞാൻ ആ കൈകളിലാണ് എന്ന് ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടാണ്. ആ ബോധ്യം വരുത്തിയാൽ പിന്നെ മൃത്യുഭയമില്ല. നമുക്ക് പലപ്പോഴും മൃത്യുവിനെ ഭയം തോന്നുന്നത് ഞാൻ ഇവിടെ നിന്നും വിട്ട് മറ്റെവിടേക്കോ പോകുന്നു എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് മൃത്യുഭയം ഉണ്ടാകുന്നത്. മറിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ തന്നെ ഭഗവാനെ അവിടുത്തെ കൈകളിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ കൈകളിൽ തന്നെയാണ് ഞാൻ വീഴുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതും വാഴുന്നതും കിടക്കുന്നതും എല്ലാം തന്നെയും. ആ ഒരു ബോധ്യം ഉളവാക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെ അമൃതദ്രവത്തിന് തുല്യമായിട്ടുള്ള, അമൃതത്തിന്റെ സ്വഭാവ മഹിമയോട് കൂടിയ പിബത ഭാഗവതം രസമാലയം. പിബത എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുവിൻ, കുടിച്ചോളൂ, ആവോളം എടുത്ത് കുടിച്ചോളൂ. ഭാഗവതം, ഈ ഭാഗവതം എന്ന ഗ്രന്ഥത്തെ ആവോളം കുടിച്ചോളൂ. അതായത് കുടിച്ചാലും മതിയാകാത്തതാണ്, തൃപ്തിയാകാത്തതാണ്, വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തോന്നുന്നതാണ് ഈ ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം. കാരണം രസമാലയം, രസം ആലയമാണ്, രസമാലയം. രസം, രസത്തെ ആലയം, അതിൻ്റെ ആ ഒരു ലയിക്കുന്ന അവസ്ഥയിലും. മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. മുഹു അഹോ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മുഹുരഹോ. മുഹു എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും. അപ്പോൾ എത്ര നമ്മൾ അതിൻ്റെ രസത്തെ സ്വാദ് അറിഞ്ഞാലും നമുക്ക് മടുപ്പ് വരാത്തത്, വീണ്ടും വീണ്ടും അത് രുചിക്കണമെന്ന്, വീണ്ടും വീണ്ടും പാനം ചെയ്യണമെന്ന് തോന്നുന്ന വിധത്തിൽ അത്രമാത്രം സ്വാദിഷ്ടമായതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ രസികാ ഭുവി ഭാവുക,
രസിക എന്ന് പറഞ്ഞാൽ അതൊരു സംബോധനയാണ്. അല്ലയോ രസികന്മാരെ, നമ്മളൊക്കെ ഈ ഒരു സ്വാദ് അന്വേഷിച്ചാണ് നടക്കുന്നത്. കാരണം നമ്മൾ നാവ് കൊണ്ട് രുചിക്കുന്ന എല്ലാ സ്വാദുകളും തുടർച്ചയായി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാൽ അതിനോട് ഒരു കാലം ഒരു മടുപ്പ് വരും, നമുക്ക് മതി എന്ന് തോന്നും. പക്ഷേ ഈ ഒരു സ്വാദ് ഭഗവാന്റെ കഥകളുടെ അമൃതമാകുന്ന ഈ ഒരു ഒഴുക്കിൽ ഇത് എത്രമാത്രം പാനം ചെയ്താലും അതിനോട് മടുപ്പ് വരാതെ വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തോന്നുന്ന വിധത്തിൽ അതിനോടുള്ള ഒരു ആർത്തി കുറയാതെ എന്നും നമ്മളെ അതിൽ നിലനിർത്തുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ രസികന്മാരെ, നിങ്ങളൊക്കെ പലയിടത്തും നടക്കുകയെന്നത് ഏതൊന്നിനെ തേടിയാണോ അലയുന്നത് അത് ഇതിൽ വേണ്ടുവോളമുണ്ട്, അവോളം പാനം ചെയ്തോളൂ. അഹോ എന്നാ പറഞ്ഞത്. നിങ്ങൾ ഇത് പാനം ചെയ്യുവാൻ ഒരു അവസരം കിട്ടുന്നത് തന്നെ അഹോഭാഗ്യം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് വേണം. എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പാനം ചെയ്തോളുക. ഭുവി ഭാവുക. ഭുവി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള, അതായത് ഭൂമിയിലുള്ള രസികന്മാരെ എന്നാണ് ഉദ്ദേശിച്ചത്. ഭൂമിയിലുള്ളവരാണ് ഈ രസം തേടി അലയുന്നത്. ഒന്നിലും ഉറച്ചു നിൽക്കാത്തവരാണ്. മാറി മാറി പല രസങ്ങളും അവർ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തൃപ്തി, അവരെ തന്നെ തൃപ്തിപ്പെടുത്താൻ ഒന്നിലും അവർക്ക് തൃപ്തി പൂർണ്ണമായും കിട്ടാതെ അലയുന്ന രസികന്മാരെ, നിങ്ങളിത് വേണ്ടുവോളം പാനം ചെയ്തോളൂ. ഭാവുക എന്ന് പറഞ്ഞാൽ അല്ലയോ സമർത്ഥന്മാരെ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഒന്നുകൊണ്ട് തൃപ്തിയാകാതെ വരുമ്പോൾ മറ്റൊന്നിനെ തേടി അലയണമെങ്കിൽ അവർക്കൊരല്പം സാമർഥ്യമുണ്ടാകണം. ഇതിനേക്കാൾ കേമമായ ഒന്ന് എനിക്ക് മറ്റെവിടെയോ കിട്ടും, അപ്പോൾ അതിന് പോകും. അവിടെയും അതുകൊണ്ടും തൃപ്തിയാകാതെ വരുമ്പോൾ വീണ്ടും അടുത്തതിലേക്ക് പോകും. അത് എല്ലാ ഇന്ദ്രിയങ്ങളും അങ്ങനെ തന്നെയാണ് വർത്തിക്കുന്നത്. ഒന്നിലും ഉറച്ചു നിൽക്കില്ല. അവിടെ നിന്നാൽ അധികമാകുന്നതിന് മുൻപ് അതിനോട് മടുപ്പ് വരും, വീണ്ടും അടുത്തതിലേക്ക് പോകും. എന്നാൽ ഇതൊന്നിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്നതിലേറെ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലുമൊക്കെ എത്രയോ കൂടുതൽ അമൃതമാണ്, സുഖമാണ്, രസമാണ് ഈ ഒരു ശ്രീമദ് ഭാഗവതം, ഭഗവത് കഥകൾ നമുക്ക് തരുന്ന സുഖം, ആനന്ദം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇത് വിട്ടിട്ട് മറ്റൊന്നിലേക്ക് പോവില്ല. അല്ലയോ സമർത്ഥരായിട്ടുള്ള ഈ ഭൂമിയിലുള്ള രസികന്മാരെ, നിങ്ങൾ വന്ന് വേണ്ടുവോളം പാനം ചെയ്തോളൂ. നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്, അഹോഭാഗ്യം. ഇത് വലിയൊരു ഭാഗ്യമാണ്. ഇതൊക്കെ ഒന്ന് കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ നമുക്ക് ഭഗവാൻ അവസരം തരുന്നത്. അതുകൊണ്ട് വേണ്ടുവോളം പാനം ചെയ്തോളൂ. ഇത് ആശ്രീശുക മഹർഷിയുടെ തിരുമുഖത്തു നിന്നും ഒഴുകി വന്ന ശ്രീമദ് ഭാഗവതം ആകുന്ന വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ഫലം, അതിൻ്റെ സാരം അങ്ങനെ കടഞ്ഞെടുത്ത് വെക്കുക. അങ്ങനെ കാച്ചി കുറുക്കിയെടുത്തതാണ് വേദങ്ങളുടെ മൊത്തം സാരത്തെ. വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ ഫലം സ്വീകരിച്ച് അതിൻ്റെ രസം, അതിൻ്റെ ആ ചാറ് മാത്രം, ജ്യൂസ് മാത്രം എടുത്തിട്ട് അതങ്ങനെ കുറുക്കി വെച്ചിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് വേണ്ടുവോളം പാനം ചെയ്തോളൂ എന്ന് നമ്മളോട് ആദ്യമേ പറഞ്ഞു തരികയാണ്. ഇവിടെ ഈ ഒരു ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിന് മറ്റുള്ള ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ചുള്ള മഹത്വം, ഇതൊരിക്കൽ പാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിട്ടിട്ട് പോവുകയേ ഇല്ല. മറ്റുള്ളതും ചിലപ്പോൾ കുറച്ചുനാൾ കഴിയുമ്പോൾ മടുപ്പ് വന്നുവെന്ന് വരാം. അങ്ങനെ ഇല്ലാത്തതായതുകൊണ്ട് വേണ്ടുവോളം പാനം ചെയ്തോളൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ:
നിഗമകൽപ്പ തരോർഗളിതം, അവിടെ ഗ കൂട്ടക്ഷരമാണ്. അതേപോലെ ശുഖമുഖാദമൃതദ്രവ സംയുതം, അവിടെ ശുഖമുഖാത് അമൃതദ്രവാണ്. ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. രസമാലയം, രസം ആലയമാണ്. മായയുടെ അകാരം ശ്രദ്ധിക്കുക. മുഹുരഹോ, മുഹു അഹോ ആണ്. രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് ഭാവുക, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുവാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. നൈമിഷേ അന്മിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. നൈമിഷേ നിമിഷക്ഷേത്രേ, നൈമിഷേ എന്ന് പറഞ്ഞാൽ നൈമിഷം എന്ന് പേരായ, ഇവിടെ നൈമിഷേ അനിമിഷക്ഷേത്രേ, 2 വാക്കുകൾ ചേരുന്നതാണ്. നൈമിഷേ നിമിഷക്ഷേത്രേ. അനിമിഷൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു. നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു നാമമായിട്ട് തന്നെ അത് വരുന്നുണ്ട്. നിമിഷോ നിമിഷസൃഗ്വി വാചസ്പതിരുദാരധീഹി. അപ്പോൾ അനിമിഷൻ എന്ന് പറഞ്ഞാൽ അനിമിഷം മഹാവിഷ്ണുവാണ്. അപ്പോൾ അനിമിഷ ക്ഷേത്രേ, വിഷ്ണു ക്ഷേത്രത്തിൽ, നൈമിഷം എന്നു പേരായ വിഷ്ണു ക്ഷേത്രത്തിൽ ഋഷയ ശൗനകാദയ, ശൗനകാദയ ശൗനകൻ ആദിയായ ഋഷയ ഋഷികള്, സത്രം സ്വർഗായ ലോകായ, സത്രം എന്ന് പറഞ്ഞാൽ സത്രം എന്ന് പറയുന്ന ഒരു വലിയൊരു യാഗം, അവിടെ ധാരാളം ജ്ഞാനികളായിട്ടുള്ള മഹായോഗികൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് സത്രം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാഗം സ്വർഗായ ലോകായ, സ്വർഗായ എന്ന് പറഞ്ഞാൽ ഹരിയുടെ, ലോകായ പ്രാപ്തിക്ക് വേണ്ടി. അപ്പോൾ ശ്രീഹരി ഭഗവാന്റെ പ്രാപ്തിക്ക് വേണ്ടിയിട്ട് സഹസ്രസമമാസത, 1000 സഹസ്രസമം ആസത, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സഹസ്രസമമാസത. സഹസ്രസമം എന്ന് പറഞ്ഞാൽ 1000 സംവത്സരത്തിന് തുല്യമായ ഒരു കാലയളവ് നടത്തേണ്ടതായിട്ടുള്ള സത്രം എന്ന യാഗം ആസത എന്ന് പറഞ്ഞാൽ അനുഷ്ഠിച്ചു. അപ്പോൾ നൈമിഷം എന്ന് പേരുള്ളതായ വിഷ്ണു ക്ഷേത്ര ഉള്ള ഒരു പുണ്യസ്ഥാനത്തിൽ ശൗനകൻ മുതലായിട്ടുള്ള മഹാമുനിമാര് ശ്രീഹരി ഭഗവാനെ പ്രാപിക്കണമെന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി ഏകദേശം 1000 സംവത്സരം കൊണ്ട് അവസാനിക്കുന്നതായിട്ടുള്ള സത്രം എന്ന് പേരുള്ള ഒരു യാഗം ആരംഭിച്ചു. ഇവിടെ സ്വർഗായ ലോകായ, സ്വർഗായൻ എന്ന് പറഞ്ഞാൽ ശ്രീഹരി എന്നൊരു അർത്ഥമുണ്ട്. അതുപോലെ ലോകം എന്നുള്ളതിന് പ്രാപ്യസ്ഥാനം എന്നുള്ള ഒരു അർത്ഥവുമുണ്ട്. അതുകൊണ്ട് സ്വർഗായ ലോകായ എന്ന് പറഞ്ഞാൽ ശ്രീഹരി ഭഗവാന്റെ പ്രാപ്തിക്കായിക്കൊണ്ട്. ഇനി ഈ നൈമിഷ ക്ഷേത്രം എന്ന് പറയുന്നത്, അതിന് മറ്റൊരു കഥ കൂടി വായുപുരാണത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ആചാര്യന്മാർ പറയാറുണ്ട്. ഒരിക്കൽ കലിബാധ കൂടാതെ ഈ കലിയുഗത്തിൽ ഭഗവാനെ സേവിക്കുന്നതിന് യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം ഏതാണ് എന്ന് അറിയുവാനായിട്ട് മഹർഷിമാര് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ബ്രഹ്മാവ് സൂര്യസങ്കാശമായിട്ടുള്ള ഒരു ചക്രം ആ മഹർഷിമാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതിനെ ഉരുട്ടിവിട്, എന്നിട്ട് ഇത് എവിടെയാണോ ചെന്ന് അത് പൊടിഞ്ഞു പോകുന്നത്, ശീർണമായി പോകുന്നത്,
ആ സ്ഥലം നിങ്ങൾക്ക് ഭഗവത് പൂജയ്ക്കായിക്കൊണ്ട് ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തൻ്റെ മനസ്സാ സൃഷ്ടിച്ച ഈ ഒരു ചക്രത്തെ ബ്രഹ്മാവ് മുനിമാർക്ക് നൽകി. ഇങ്ങനെ മുനിമാരത് ഉരുട്ടിവിട്ടപ്പോൾ അത് ഒരു സ്ഥലത്ത് വന്നപ്പോൾ അതങ്ങനെ പൊടിഞ്ഞുപോയി, ശീർണമായിപ്പോയി. അപ്പോൾ ആ സ്ഥലമാണ് അവർ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട് ഭഗവത് പൂജകൾ ചെയ്യുന്നതിനായിട്ട് കലിയുടെ ആ സ്ഥലത്ത് കലിക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. കലിബാധ കൂടാതെ ഭഗവാനെ സേവിക്കുവാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അവരതിനെ കണക്കാക്കുകയും ചെയ്തു. അങ്ങനെ അവിടെയാണ് ഈ 1000 സംവത്സരം നീണ്ടു നിൽക്കുന്ന സത്രയാഗം നടത്തുവാൻ തീരുമാനിച്ചത്. ഇവിടെ ആ സ്ഥലത്തിന് നൈമിഷം എന്ന പേര് വരാൻ തന്നെ കാരണം നേമി എന്ന് പറഞ്ഞാൽ ചക്രം എന്നർത്ഥം. അപ്പോൾ നേമി ഉരുട്ടിവിട്ട് അത് ശീർണമായ സ്ഥലം, അതാണ് നൈമിഷം എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അത് വായുപുരാണത്തെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരു കഥ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ നൈമിഷ ക്ഷേത്രത്തിൽ ഇപ്പോൾ ശൗനകാദി മഹർഷിമാരും അതേപോലെ ഒരു സത്രം നടത്തുന്നതിന്, അതും ശ്രീഹരി ഭഗവാന്റെ പ്രാപ്തിക്കായിക്കൊണ്ട് തന്നെ സത്രം നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ അവരത് അനുഷ്ഠിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നൈമിഷേ ആ നിമിഷക്ഷേത്രയാണ്. അകാരം അവിടെ കൊടുക്കണ്ട, പകരം വിശ്ലേഷണം കൊടുത്തിട്ടുള്ളതുകൊണ്ട് എകാരം നീട്ടിയെടുക്കുക. അതേപോലെ ഋഷയ ശൗനകാദയ, ഇവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സഹസ്രസമമാസത, സഹസ്രസമം ആസത ആണ്. മായയുടെ അകാരം ശ്രദ്ധിച്ച് വായിച്ച് അത് നീട്ടിയെടുക്കുകയും വേണം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.